നമസ്കാരം. അന്യഭാവമില്ലാതെ എപ്പോഴും ഈശ്വരനെ തന്നെ ആശ്രയിക്കണം. ഈശ്വരനെ തന്നെ സർവാത്മനാ ആശ്രയിക്കണം. ഈ സംസാരമുണ്ടല്ലോ, ഈ സംസാരത്തെ മനസ്സുകൊണ്ട് വിടാനും ഈശ്വരനെ പൂർണ്ണമായി ആശ്രയിക്കാനും സാധിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് പറയത്തക്ക ഫലം ഉണ്ടാകുമോ? ചിന്തിക്കണം. അപ്പൊ ഭഗവത്ഗീത 9-ാമത്തെ അധ്യായം 22-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയണു, അനന്യാ ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഭഗവാൻ പറയാണ്, വേറെ ഒന്നും ചിന്തിക്കാതെ എന്നിൽ തന്നെ എന്നുവെച്ചാൽ ഭഗവാൻ നിലയുറപ്പിച്ച ആരാണോ ഭഗവാനിൽ തന്നെ നിലയുറപ്പിക്കുന്നത്, യോഗക്ഷേമത്തെ ഭഗവാൻ വഹിക്കും. ഇനി ഭഗവാൻ വഹിക്കുന്നു പറഞ്ഞല്ലോ, ഈ ഭഗവാന്റെ വാണി കേട്ട് അതുപോലെ പ്രവർത്തിക്കുന്നവരുടെ യോഗക്ഷേമത്തെ നോക്കാൻ ഭഗവാൻ ഉണ്ടാകും. ആരാണോ പൂർണ്ണമായിട്ട് മനസ്സുകൊണ്ട് ഉപേക്ഷിക്കുന്നത്, അവരുടെ കൂടെ ഭഗവാനുണ്ടാവും. അവരുടെ കൂടെ ഉള്ള ആ ഭഗവാന്റെ സാന്നിധ്യം അവരറിയും. അവർക്ക് അനുഭവപ്പെടും. അപ്പൊ നാളത്തെ കാര്യം എങ്ങനെ നടക്കും എന്ന് ചോദിച്ചാൽ, നാളത്തെ കാര്യം തീരുമാനിക്കേണ്ടവര് തീരുമാനിക്കും. അപ്പൊ നമ്മൾ ചോദിക്കും, അങ്ങനെയൊക്കെ നടക്കുമോ? അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കും. അങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം, അല്ലേ? ഇനി അങ്ങനെ മാത്രമേ നടക്കുള്ളൂ. ഇതെല്ലാം ശാസ്ത്രത്തിൽ മാത്രം ഉണ്ടായാൽ പോരാ, നമ്മളിലും ഉണ്ടാവണം, അല്ലേ? അപ്പൊ അന്യമായിട്ടുള്ളതിനോടെ നമുക്ക് പ്രിയമുള്ളൂ. നമ്മളിൽ നിന്നും വേറെയായിട്ടുള്ളതിനോടെ നമുക്ക് പ്രിയം ഉണ്ടാവുള്ളൂ, അല്ലേ? അന്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മിൽ നിന്നും വേറെ
ആയിട്ടുള്ളത്. അപ്പം നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, നമ്മുടെ മക്കൾ, ഇനി ഭഗവാൻ, ഇതിനോടൊക്കെ നമുക്ക് ഇഷ്ടം, ഇവരോടൊക്കെ നമുക്ക് ഇഷ്ടം ഉണ്ടാവും. ഇവരോടൊക്കെ ഇഷ്ടമുണ്ടാവും അല്ലേ? ഇഷ്ടമുണ്ടാവും. എല്ലാവർക്കും ഭഗവാനോട് പ്രിയമുണ്ടാവും. പക്ഷേ ജ്ഞാനിക്ക് ഭഗവാനോട് പ്രിയം ഉണ്ടാവില്ല. കാരണം ജ്ഞാനിയും ഭഗവാനും ഒന്നാണ്. ജ്ഞാനിയും ഭഗവാനും ഒന്നാണ്. ജ്ഞാനിയിൽ നിന്നും അന്യമല്ല ഭഗവാൻ. ജ്ഞാനിയിൽ നിന്നും അന്യമല്ല ഭഗവാൻ. അപ്പൊ വേദോപനിഷത്തുകൾ അതിലൊക്കെ പരാമർശിക്കുന്നുണ്ടല്ലോ, ആ അറിവിനെ അറിയുന്നവനാണ് ജ്ഞാനി. വേദോപനിഷത്തുകളിൽ പറഞ്ഞിട്ടുള്ള ആ അറിവിനെ. ജ്ഞാനിക്ക് ഭഗവാൻ ഇഷ്ടവിഷയമേ അല്ല. അതുകൊണ്ട് ജ്ഞാനിക്ക് നിരന്തര സുഖം. ജ്ഞാനി എപ്പോഴും പരമാത്മ ദർശനത്തിലും പരമാനന്ദ സുഖത്തിലുമാണ്. അതുകൊണ്ട് നമ്മൾ വേദോപനിഷത്തുകളെല്ലാം മനസ്സിലാക്കി ഭഗവാനെ, ആ പരമാനന്ദത്തെ അറിയാനുള്ള ഭാഗ്യം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.